ഒരുപാട് കാലങ്ങളായി ബേക്കറികളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഐറ്റമാണ് ഈ ഗാട്ടിയ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സിമ്പിൾ ഐറ്റം തയ്യാറാക്കാൻ ആകെ 10 മിനിറ്റ് സമയം മതി. ഞാനിപ്പോൾ 1 കപ്പ് കടലമാവിലാണ് ഇത് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. കടലമാവിന് ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടെങ്കിൽ പോലും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒട്ടും കൂടണ്ട. അതുപോലെ തന്നെ ഒരു നുള്ള് സോഡാപ്പൊടിയും ചേർക്കാം, ബേക്കിംഗ് സോഡ. ഇതും ഇത്ര തന്നെ ധാരാളം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ ധാരാളം മതി. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചതൊന്ന് കുഴച്ചെടുക്കണം. പെട്ടെന്നൊരു കറുമുറ സ്നാക്ക് റെഡിയാക്കണമെന്ന് തോന്നുമ്പോൾ ഇതുണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലാണോ നമ്മൾ കുക്ക് ചെയ്യുന്നത് അതേ ഓയിൽ തന്നെ ഉപയോഗിക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസുമല്ല, ഒരുപാട് കട്ടിയായിട്ടുമല്ല, അല്പം സ്റ്റിക്കി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യം പോലെ ഒഴിച്ച് നോക്കാം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കാം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം, എന്നാലേ അതിൻ്റെ കറക്റ്റ് പാകം നമുക്ക് മനസ്സിലാവും. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ ക്വാണ്ടിറ്റി ഡബിൾ ആക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. ഒരു നേരം ചായക്കൊപ്പമുള്ള ഒരു സ്നാക്ക്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്പം കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഏതായാലും ആ 1/2 കപ്പ് വെള്ളം മുഴുവൻ എടുത്തിട്ടില്ല, വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇതുപോലെ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്. ഇനി കൂടുതൽ വെള്ളം ചേർക്കണ്ട. ഈ മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തുടങ്ങാം. ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ അച്ച് തന്നെയാണ്. ഇടിയപ്പത്തിൻ്റെ സേവനാഴി എടുക്കുക. അതിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട ചില്ല് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗാട്ടിയയുടെ ചില്ല് അല്ലെങ്കിൽ അച്ച്. ഇനി ഇതില്ലെങ്കിൽ പക്കവടയുടെ യൂസ് ചെയ്യാം. ഷേപ്പിനൊരല്പം വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. സേവനാഴിയുടെ അടിഭാഗത്ത് ഈ ചില്ലിട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഇതിലൂടെ നമുക്ക് മാവിട്ട് കൊടുക്കാം. മാവ് എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കയ്യിലൊരല്പം എണ്ണ തടവിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സേവനാഴിയിൽ മാവ് നിറച്ച ശേഷം നമുക്കിത് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാവുന്നുണ്ട്. എണ്ണയുടെ ചൂട് വളരെ ശ്രദ്ധിക്കണം, ഒട്ടും കൂടുതലാവരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിം തന്നെ വെച്ചാൽ മതി, കൂട്ടി വയ്ക്കണ്ട. ഇനി ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ പുകഞ്ഞു തുടങ്ങരുത്, അതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ പിഴിയാൻ പറ്റും. ഇതുണ്ടാക്കുമ്പോൾ ഒരു ഒറ്റ പീസായിരിക്കും. അത് കഴിഞ്ഞ് നമ്മളിത് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മതി. മുകൾ ഭാഗത്തും നല്ലപോലെ ഒന്ന് എണ്ണയാവത്തക്ക വിധത്തിൽ ഒന്ന് മുക്കി കൊടുക്കുക. ഒരു സൈഡ് ഒന്ന് ക്രിസ്പായി വരുന്ന സമയത്ത് തിരിച്ചിടാം. നമുക്ക് ഈ ചട്ടുകം കൊണ്ടൊന്ന് തട്ടി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്പം ഹാർഡായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. പക്ഷേ കളർ ഒട്ടും മാറരുത്. ഗാട്ടിയുടെ കളറ് ഒരു ലൈറ്റ് യെല്ലോ ആണ്. ആ കളറിൽ തന്നെ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി തീ ഒട്ടും കൂട്ടി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരല്പം സമയം എടുത്ത് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സൈഡും ഏതാണ്ട് ഒരേപോലെ തന്നെ ആയിട്ടുണ്ട്. നല്ലപോലെ കുക്കായിട്ടുണ്ട്, നല്ല ക്രിസ്പിയുമായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് ഒട്ടും എണ്ണ കുടിക്കില്ല. ധൈര്യമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്പി കറുമുറ സ്നാക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാമല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായവും പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.